ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ബാങ്കിങ് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ വൈശാഖ് മാധവൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? IBPS RRB എക്സാം 2024 അല്ലേ, എങ്ങനെ നിങ്ങൾക്ക് നേടാം IBPS RRB, അതായത് റീജിയണൽ റൂറൽ ബാങ്കിൽ ഒരു ജോലി നിങ്ങൾക്ക് എങ്ങനെ നേടാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് എൻട്രിയുടെ ഗോൾഡ് ബാച്ച് ഉണ്ട് അല്ലേ. എൻട്രിയുടെ ഗോൾഡ് ബാച്ച് എങ്ങനെയൊക്കെയാണ് റൺ ചെയ്യുന്നത്, അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുക്കാം. IBPS ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആഗസ്റ്റിലെ പ്രിലിമിനറി എക്സാം നടത്തും. ഒക്ടോബർ സെപ്റ്റംബർ ആയിട്ട് ഞങ്ങൾ മെയിൻസും നടത്തുമെന്ന് അവർ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ കലണ്ടർ തന്നിട്ടുണ്ട്. നമ്മളപ്പോൾ ചെയ്യേണ്ടത് എന്താ? അവർ നോട്ടിഫിക്കേഷനൊക്കെ വന്നോളും, വിട്ടോളും, എക്സാം നടത്തിക്കോളും. എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കണം അല്ലേ. അപ്പോൾ IBPS RRB എക്സാമിൻ്റെ ക്ലർക്കായാലും PO ആയാലും നിങ്ങൾ എക്സാം നേടിയെടുക്കണമെങ്കിൽ ആദ്യം എന്ത് പാസ്സാവണം? പ്രിലിമിനറി എക്സാം പാസ്സാവണം അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബാങ്ക് എക്സാം 2 എക്സാമാണുള്ളത്, ഒന്ന് പ്രിലിംസും ഒന്ന് മെയിൻസും. PO ലെവൽ എക്സാംസിന് എന്തുണ്ടാവും? ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ കൂടി അവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ പ്രിലിമിനറി എക്സാമിന് RRB എക്സാമിന് 2 ടോപ്പിക്കേ ഉള്ളൂ. ഇംഗ്ലീഷ് ഇല്ല, റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റിയും. റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റിയുമാണുള്ളത്. രണ്ടും 40 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്, 45 മിനിറ്റ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് QA റീസണിങ് കുറച്ച് കൂടി എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നവർ 20 മിനിറ്റ് റീസണിങ്ങിനും 25 മിനിറ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനും കൊടുത്തു കഴിഞ്ഞാൽ 40 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾക്ക് QAക്ക് 45 മിനിറ്റ് കൊടുക്കാം. 40 ക്വസ്റ്റ്യൻസ് റീസണിങ്ങിന് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? 20 മിനിറ്റ്. അങ്ങനെ ടൈം വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? എക്സാം എഴുതാനായിട്ട്. കാരണം ഇൻഡിവിജ്വൽ ടൈമിംഗ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ടൈം ഒരു സബ്ജക്റ്റിൽ ഇരുന്ന് പോകാൻ പാടില്ല. കാരണം രണ്ടിലും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണും വേണം. ക്ലിയർ ആണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ആഗസ്റ്റ് എന്ന് പറയുന്ന സമയമേ ഉള്ളൂ അല്ലേ. ആഗസ്റ്റ് എന്ന് പറയുന്ന സമയം അല്ലേ. അപ്പോൾ ഏകദേശം നിങ്ങളുടെ മുന്നിൽ ഇനി എത്രയുണ്ട്? മെയ് ആയി, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, ഏകദേശം 2-2.5 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? പ്രിലിമിനറി എക്സാം നടക്കും. ഇനി വേസ്റ്റ് ആക്കാനായിട്ട് നിങ്ങളുടെ മുന്നിൽ ഒട്ടും സമയവുമില്ല. എക്സാം എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് വന്നു. നോട്ടിഫിക്കേഷൻ എന്തായാലും അവർ വിളിക്കും. നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. പക്ഷേ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെന്തുണ്ടാവില്ല? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്ര സമയം നിങ്ങൾക്ക് ഉണ്ടാവില്ല. എല്ലായ്പ്പോഴും പറയുന്ന കാര്യമാണ്, നോട്ടിഫിക്കേഷൻ എന്തായാലും വിളിക്കും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങൾ കൃത്യമായി ചെയ്യുക. ബാക്കി കാര്യമെല്ലാം എന്ത് ചെയ്തോളും? വഴിയെ വന്നോളും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ന്യൂമറിക്കൽ എബിലിറ്റി 40 മാർക്ക്, റീസണിങ് 40 മാർക്ക്. ഡെയിലി പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. ടൈം മാനേജ്മെൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് അല്ലേ. നമുക്ക് അവർ പറഞ്ഞിരിക്കുന്ന 45 മിനിറ്റിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. കഴിഞ്ഞ വട്ടത്തെ RRB എക്സാംസ് എല്ലാം പ്രതീക്ഷിച്ചതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു. എക്സാമിൻ്റെ കട്ട് ഓഫ് എല്ലാം വളരെ കുറവായിരുന്നു. അതും പ്രതീക്ഷിച്ചിട്ട് ഈ വട്ടത്തെ എക്സാം ടഫ് ആവുമോ, അതേപോലെ പാറ്റേൺ ചേഞ്ച് ഉണ്ടാവുമോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. മുൻകൂട്ടി ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എക്സാം കഴിഞ്ഞാലല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പം നിങ്ങൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഹൈ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. എൻട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഹൈ ലെവൽ മോക്ക് ടെസ്റ്റുകൾ എല്ലാം ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. ഹൈ ലെവൽ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ പഠിച്ചാലുള്ള ഗുണം എന്താ? നിങ്ങൾ അത്രയ്ക്കും ടഫായിട്ടുള്ള അല്ലെങ്കിൽ ഹൈ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും. അതെങ്ങനെ മനസ്സിലാക്കും, എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യും? മുൻകൂട്ടി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആ ക്വസ്റ്റ്യൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി മെയിൻസ് എക്സാമിന് പ്രധാനമായിട്ടും വരുന്ന റീസണിങ്, ജനറൽ അവെയർനെസ്, ന്യൂമറിക്കൽ എബിലിറ്റി, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കമ്പ്യൂട്ടർ നോളേജ് ആണ്. ഇത്ര സബ്ജക്റ്റാണ്, 5 സബ്ജക്റ്റാണുള്ളത്. അതിലെ കമ്പ്യൂട്ടർ എല്ലാം നിങ്ങൾ വൺസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് വളരെ ഈസിയാണ്. ഓക്കെ, അതിൽ കമ്പ്യൂട്ടർ എല്ലാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വൺസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും?
എല്ലാ എക്സാമിനും ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ആ സിലബസിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക. എക്സാമിന് മുന്നേ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, പ്രിപ്പയർ ചെയ്താൽ മതി. പിന്നെ ജനറൽ അവയർനെസ്, GA, നിങ്ങൾ ഏതൊരു ബാങ്ക് എക്സാം എടുത്താലും കറണ്ട് അഫയേഴ്സ്, ജനറൽ അവയർനെസ് എന്ന് പറയുന്ന GA വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. കാരണം GA ആണ് നിങ്ങളുടെ മാർക്ക് കൂട്ടാനുള്ള റാങ്ക് ബൂസ്റ്റർ എന്നൊക്കെ പറയല്ലേ. മാക്സിമം മാർക്ക് കിട്ടുന്നവർക്ക് GAയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ ബുദ്ധിമുട്ടായാലും ഡെയിലി GA എഴുതി പഠിച്ചു പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം മാർക്ക് ആ എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ GA ഡെയിലി നിങ്ങൾ പഠിച്ചു പോകണം. അതേപോലെ കമ്പ്യൂട്ടറും ബാക്കി റീസണിങ്, ഇംഗ്ലീഷ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി, ഈ കാര്യങ്ങളിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് കോച്ചിങ്ങിലൂടെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. GAയുടെ കോച്ചിങ്ങും നിങ്ങൾക്ക് അവൈലബിൾ ആണ്, കമ്പ്യൂട്ടറിൻ്റെ കോച്ചിങ്ങും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്ത് പഠിക്കുക, ഹൈ ലെവലായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്തിരുന്ന് പഠിക്കുക. അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റാങ്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എങ്ങനെ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാം, ഹൗ ടു ക്ലിയർ എക്സാം, എങ്ങനെയാണ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുക? ഇതിന് ഈസി വേസ് എന്ന് പറയുന്ന ഒന്നില്ല. കാരണം നിങ്ങൾക്ക് എക്സാം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് എക്സാമിന് വരുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റൻഡ് ചെയ്യാനായിട്ടും അത് കറക്റ്റ് ആക്കാനുള്ള കോച്ചിങ് നമുക്ക് തരാൻ പറ്റും. കാരണം നിങ്ങൾ എങ്ങനെ പഠിക്കണം, എങ്ങനെ നിങ്ങൾ ഈസി ആയിട്ട് ആൻസർ കണ്ടെത്തണം, അതേപോലെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, എങ്ങനെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റും, ഈ വക കാര്യങ്ങളും ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഞങ്ങൾ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സക്സസ്ഫുൾ ആവാൻ പറ്റും. പക്ഷേ അവിടെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സ്വയമായിട്ടൊരു തീരുമാനം വേണം. എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് നല്ലൊരു ജോലി കിട്ടണം, അതിനു വേണ്ടി ഞാൻ കഷ്ടപ്പെടും എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, ഒരു ഡിസിഷൻ എടുക്കണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, മുന്നോട്ട് പോവാനായിട്ട്. അങ്ങനെ നന്നായിട്ടിരുന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. ഡെയിലി എന്ത് ചെയ്യണം, സിലബസ് വൺസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ക്വിസുകൾ ചെയ്യണം, മോക്ക് ടെസ്റ്റ് ചെയ്യണം, ജനറൽ അവയർനെസ് എഴുതി വെക്കണം. ഇതേപോലെ ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളുടെ പിന്നിലുള്ളവരെയും മുന്നിലുള്ളവരെയും പിന്തള്ളി മുന്നിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി സ്മാർട്ട് വർക്ക്. ഒരുപാട് വലിച്ചുവാരി ഒരുപാട് സമയമിരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ട് 2 കൊല്ലം 3 കൊല്ലം എല്ലാം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് യാതൊരു ബെനിഫിറ്റും ഇല്ലാതെ പ്രിലിംസ് എക്സാം പോലും പാസ്സാവാതിരിക്കുന്ന ആൾക്കാരുണ്ടാവാം. വിത്തിൻ സെക്കൻഡ്സ് കോളേജിൽ നിന്ന് ഇറങ്ങി 6 മാസം അല്ലെങ്കിൽ 8 മാസത്തിനുള്ളിൽ ബാങ്കിങ് ജോലിയിൽ കയറുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ടാവാം. എങ്ങനെയാണ് അവർക്ക് അത്രയും ചെറിയ സമയത്തിനുള്ളിൽ സക്സസ്ഫുൾ ആവാൻ പറ്റിയത്? സ്മാർട്ട് വർക്കാണ്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് IBPS ചോദിക്കാറ്, എങ്ങനെയാണ് IBPS ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടത്, ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ചോദിക്കുന്ന പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഹൈ ലെവലായിട്ട് എക്സാം ഹാളിൽ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് ആ രീതിയിലുള്ള മോക്ക് ടെസ്റ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്ത് പഠിച്ചാൽ നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഒന്നും കണ്ട് പേടിക്കില്ല, പകയ്ക്കില്ല. കാരണം നിങ്ങൾ വൺസ് ഇതിലേക്കൂടെ എല്ലാം പോയിട്ടുള്ളതാണ്. കോച്ചിങ് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി നിങ്ങൾ എല്ലാ എക്സാംസിനും, ബാങ്കിങ്ങിൻ്റെ എല്ലാ എക്സാംസിനും ഇൻക്ലൂഡിങ് ഇൻ്റർവ്യൂവിനുള്ള ട്രെയിനിങ് വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാവും. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. ക്ലിയർ? അപ്പോൾ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി പഠിക്കുക. സമയം വേസ്റ്റ് ചെയ്യാതെ മനസ്സിലാക്കി പഠിക്കുക. ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതെല്ലാം മേഖലയിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക. അതിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്ത് പഠിക്കുക. ഇത്ര കാര്യങ്ങളാണ് എന്തിലുള്ളത്,
ഈ സ്മാർട്ട് വർക്ക് എന്നുള്ളത് കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഒരു RRB എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടുള്ള ടോപ്പിക്ക് റീസണിങ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടർ നോളേജ്, ജനറൽ അവയർനെസ് ആൻഡ് ഫിനാൻഷ്യൽ അവയർസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഈ 4 സബ്ജക്റ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻസ് എക്സാമിന് വരെയുള്ള എല്ലാ ടോപ്പിക്കും എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം സിലബസ് പഠിച്ചു കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പൂർണ്ണമായിട്ടും മോക്ക് ടെസ്റ്റുകളിലേക്കും കാര്യങ്ങളിലേക്കും മാറാനായിട്ട്. വൺസ് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നിങ്ങൾ മാസ്റ്ററായെന്ന് കരുതുക, ഡെയിലി 2 മോക്കൊക്കെ ചെയ്തു, ഓക്കെ, അഹങ്കാരം വന്നു, ഞാൻ ഇത്രയ്ക്കൊക്കെ സെറ്റായി, എനിക്ക് മോക്ക് ടെസ്റ്റിൽ നല്ല മാർക്ക് കിട്ടുന്നുണ്ട്, ഇനി ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചാൽ അവിടെയാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. കാരണം 2 ആഴ്ച നമ്മൾ ചെയ്യാതിരുന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ്ങിൻ്റെ എല്ലാം സ്പീഡ് എന്ത് ചെയ്യും, നേരെ അടിയിലേക്ക് പോകും. പിന്നെ നമ്മൾ ആദ്യമേ നിന്ന് തുടങ്ങണം. അപ്പം മടുത്ത് നിർത്താതെ നിങ്ങൾ എന്ത് ചെയ്യണം, മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. എന്നാണോ നിങ്ങൾ സക്സസ്ഫുൾ ആവുന്നത്, എന്നാണോ നിങ്ങൾ ആഗ്രഹിച്ച ആ റിസൾട്ട് നിങ്ങളുടെ കൈപ്പിടിയിൽ എത്തുന്നത്, അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം, കഷ്ടപ്പെടണം. മനസ്സിലായല്ലോ? ആ കഷ്ടപ്പെടുന്ന സമയം ശരിക്കുമാണ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണേ എന്ന് മനസ്സിലാക്കണം. അവിടെയാണ് സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞ കണ്ടീഷൻ നിങ്ങൾ ആലോചിക്കേണ്ടത്. ആവശ്യമുള്ളത് മാത്രം പഠിക്കുക, എക്സാമിനെ എനിക്ക് ക്ലിയർ ആവാനുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. ആവശ്യമില്ലാത്ത കടൽ പോലെയുള്ള കാര്യങ്ങൾ വെറുതെ പഠിച്ച് സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ട. പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. നമ്മളുടെ എക്സാം സ്പെഷ്യൽ ബാച്ച് എന്ന് പറയുന്ന SSC, RRB, റെയിൽവേ, അതായത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, SSC, RRB ആൻഡ് ബാങ്കിങ്, ഈ 3 എക്സാംസിനും വേണ്ടി നമ്മളൊരു സിംഗിൾ ബാച്ച്, സെൻട്രൽ ഗവൺമെൻറ് എക്സാം സ്പെഷ്യൽ ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് റണ്ണ് ചെയ്യുന്നുണ്ട്. ആ ബാച്ചിൻ്റെ 4 സ്റ്റേജുകളായിട്ടാണ് ആ ബാച്ച് റണ്ണ് ചെയ്യുന്നത്. അതിൻ്റെ നമുക്ക് പ്രീമിയം ആയിട്ടുള്ള ലെക്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, വിഷ്വലൈസേഷൻ ആൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്, ഡ്യുവൽ മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ മെറ്റീരിയൽസ്, ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ബാച്ചിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടും. ഈ ബാച്ചിനെ കുറിച്ച് അറിയാനും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.